17-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയായിരുന്നു. ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ സാധനം പുഴുങ്ങി തിന്ന് ഞാൻ ജീവിക്കുന്നവരാ നമ്മളെന്ന് തോന്നും. ഈ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിയിട്ട് ഒരു വീടിന്റെ പടവും ഒരു നെൽവയലും കണ്ടു കഴിഞ്ഞാൽ അതാണ് സ്വർഗം എന്ന് ചിന്തിക്കുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യൻ അനുഭവിച്ചിരുന്ന മര്യാദയ്ക്ക് ചികിത്സ കിട്ടാതെ മരിച്ച ലക്ഷങ്ങളുണ്ട്, കോടികളുണ്ട് കേരളത്തിൽ. അന്ന് നല്ലൊരു സ്കൂളിൽ പോകണമെങ്കിൽ 6, 8, 10 കിലോമീറ്റർ മൈലുകൾ നടക്കേണ്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ഗ്രാമത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരൊറ്റ ജീപ്പ് ആകപ്പാടെ ഉള്ളത്. മനുഷ്യരെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ 5 കിലോമീറ്റർ നടന്ന് ഈ ജീപ്പുകാരനെ വിളിച്ചുകൊണ്ട് വരണം പാതിരാത്രിക്ക്. എന്റെ വീടിരിക്കുന്നിടത്തുനിന്ന് അടുത്ത ടൗണിലേക്ക് പോകാൻ 2 കിലോമീറ്റർ നടക്കണം. അവിടെ പോയി ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് വിട്ടുപോയെങ്കിൽ ഈ 2 കിലോമീറ്റർ തിരിച്ച് നടന്നു വന്നിട്ട് വേണം തിരിച്ചു വന്ന് ചോദിക്കാൻ. ഫോണില്ല ഒരു വീട്ടിലും ആ പ്രദേശത്ത്. ഞാൻ പറഞ്ഞു, ഇന്ന് ടെക്നോളജിയുടെ സൗകര്യങ്ങളുടെ നടുക്ക് നിൽക്കുമ്പം നമ്മളതിന്റെ ഒന്നും വില തിരിച്ചറിയാതെ പണ്ടായിരുന്നു എല്ലാം ഗംഭീരം എന്ന് വിശ്വസിക്കുന്നത് എന്താ? പണ്ട് മനുഷ്യന്റെ ജീവിതം എത്ര യാത്ര നടന്നതായിരുന്നു ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ട്, അന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. കുറെ പഴയ സാഹിത്യമെങ്കിലും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാവും.